ഹായ് ഹലോ സ്റ്റുഡൻസ്, എഡ്യൂപ്ലസിൻ്റെ ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് കെമിസ്ട്രിയിൽ നമ്മൾ ചാപ്റ്റർ 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കെമിക്കൽ ബോണ്ടിങ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് വന്നിട്ട്. ഈ ഒരു എൻ്റയർ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മളൊരു ആറ്റം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം ഒരു ആറ്റം കൺസിസ്റ്റ് ഓഫ് എ സെൻട്രൽ ന്യൂക്ലിയസ്. ആ ഒരു ന്യൂക്ലിയസിനെ റിവോൾവ് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് അല്ലേ. ആ ഒരു പാത്തിനെ റിവോൾവ് ചെയ്യുന്ന പാത്തിനെ നമ്മൾ ഓർബിറ്റ് അല്ലെങ്കിൽ എനർജി ലെവൽസ്, അതും അല്ലെങ്കിൽ ഇലക്ട്രോൺ ഷെൽസ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഇലക്ട്രോൺ ഷെൽസിൻ്റെ കോൺസെപ്റ്റാണ് ഈ ഒരു ബോണ്ടിങ്ങിൽ കൂടുതലായിട്ട് വരുന്നത്. എനിവേ ഈ ഒരു ഷെൽസ് ഉണ്ടാവുമല്ലോ, അതിൽ ഫസ്റ്റ് ന്യൂക്ലിയസിനോട് അടുത്തിരിക്കുന്ന ഷെല്ല് എന്തായിരിക്കും? കെ ഷെല്ലാണ് വരുന്നത്. ആ ഒരു ഷെല്ല് 2 ഇലക്ട്രോൺസിനാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് എൽ ഷെല്ല് 8 ഇലക്ട്രോൺസിന്, പിന്നെ 18, 32 അങ്ങനെയാണ് നമുക്ക് ഷെൽസിൻ്റെ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഈ ഒരു ബോണ്ടിങ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെയാണ്, ഒരു എലമെൻറ്റിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിനനുസരിച്ചാണ് നമുക്ക് ബോണ്ടിങ് നടക്കുന്നത്. അപ്പം നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വാലൻസ് ഇലക്ട്രോൺസിനെ കുറിച്ചിട്ടാണ്. അതായത് ഏറ്റവും ഒരു എലമെൻ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ, ഇൻ ദ കേസ് ഈ ഒരു സ്ലൈഡിൽ ബെർലിയാണ് എടുക്കുന്നത്, അതിൻ്റെ അറ്റോമിക് നമ്പറായിട്ട് വരുന്ന 4 ആണ്. അപ്പം അതിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് വരുന്ന ആ ഒരു ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോൺസ് 2 ആണ്. ആ ഒരു ഷെല്ലിനെ നമ്മൾ വാലൻസ് ഷെല്ലെന്നും അത് കൺസിസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ വാലൻസ് ഇലക്ട്രോൺസ് എന്നുമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു വാലൻസ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. ഇൻ ദ കേസ് ബെർലിയത്തിൻ്റെ ആണെങ്കിൽ അറ്റോമിക് നമ്പർ 4 വരുന്നു, 1s2 2s2 എന്ന ഇതിലാണ് വരുന്നത്. അപ്പം എസ് ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം കെമിക്കൽ ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി നമുക്ക് പറയുന്നുണ്ടെങ്കിൽ 2 ആറ്റംസ് കമ്പൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ബോണ്ട് ചെയ്യുന്ന, എന്നിട്ടൊരു ഒരു ഫോം ചെയ്തിട്ട് ഒരു കെമിക്കൽ ബോണ്ട് ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഈ ഒരു ആറ്റംസ് അതിൻ്റെ എനർജി ഡിക്രീസ് ചെയ്തിട്ട് ഈ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഈ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത് അത് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് അനുസരിച്ചിട്ടാണ്. കൂടുതലായിട്ടും നമ്മൾ ഈ ഒരു പീരിയോഡിക് ടേബിൾ നിങ്ങൾ മനസ്സിൽ ആലോചിക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ പി ബ്ലോക്ക് ഉണ്ടാവില്ല, അവിടെ നമുക്ക് നോബിൾ ഗ്യാസസ് ഉണ്ട്. നോബിൾ ഗ്യാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ നോബിൾ ഗ്യാസസ് ഒക്കെ, അതായത് ആർഗൺ, ക്രിപ്റ്റൺ, നിയോൺ തുടങ്ങിയിട്ടുള്ള നോബിൾ ഗ്യാസ്, അതൊക്കെ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ല് അത് ഫുള്ളി കംപ്ലീറ്റ് 8 ഇലക്ട്രോൺസ് ആയിരിക്കും. അത് സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പം നോർമലി ഈ ഒരു കെമിക്കൽ ബോണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഏറ്റവും അടുത്ത് വരുന്ന ഒരു നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷനിലേക്ക് എത്താമെന്നുള്ളതാണ്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ ബോണ്ട്. അയോണിക്, കോവാലന്റ് ബോണ്ട് ഉണ്ട്, ആൻഡ് ഓൾസോ എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബോണ്ട് കോൾഡ് ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറയുന്നത് അയോണിക് ബോണ്ടിനെ കുറിച്ചിട്ടാണ്. അയോണിക് ബോണ്ട് ഓർ ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്ന് നമ്മൾ പറയുന്നു. Some atom needs to lose electrons whereas other need to gain electrons in order to stable. If the atoms are compatible, they will engage in an ionic bond to accomplish these goals. So ionic bonds take place when one atom steals the electrons of another atom, resulting in stability for both atoms. സിംപ്ലി നമുക്ക് ഈ ഒരു അയോണിക് ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം ഈ ഒരു അയോണിക് ബോണ്ട് ഉണ്ടാവുന്നത് അതിൻ്റെ ഏറ്റവും അയോണിക് ബോണ്ടിൽ ഏർപ്പെടുന്ന ആറ്റംസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് വരുന്ന ഒരു നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണ്? ഒന്നെങ്കിൽ ആ ഒരു ആറ്റംസ് തമ്മിലുള്ള ബോണ്ട് വരുമ്പോൾ ഒരു ആറ്റം അതിൻ്റെ ഇലക്ട്രോണിനെ കൈമാറുന്നത് അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ വിട്ടുകൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ആറ്റം കാറ്റയോണായിട്ട് മാറുന്നുണ്ട്. ആൻഡ് സ്വീകരിക്കുന്ന ഒരു ആറ്റം ഉണ്ടാവുമല്ലോ, അത് ആനയോണായിട്ട് മാറുന്നുണ്ട്. നമുക്ക് ഈ ഒരു അയോണിക് ബോണ്ട് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ പറയാം. NaCl, സോഡിയം എന്നാണ് വരുന്നത്. എൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 11 അറ്റോമിക് നമ്പർ വരുന്നത് 11 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഫസ്റ്റ്
ഫസ്റ്റത്തുള്ള എനർജി ലെവലിൽ 2 ആയിരിക്കും വരുന്നത് ഇലക്ട്രോൺസ്, ആൻഡ് രണ്ടാമത്തെ എനർജി ലെവലിൽ 8 ആയിരിക്കും ഇലക്ട്രോൺസ് വരുന്നത്. ആൻഡ് 2 + 8 10 ആയിട്ടേ ഉള്ളൂ. ആൻഡ് റിമൈനിങ് ഒന്നും കൂടെ ഉണ്ട് 11ലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നത് 1 ഇലക്ട്രോൺ ആയിരിക്കും. സോ ഇതാണ് സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പം ഇതിന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് എന്താണ്, ആ ഒരു 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയാൽ മാത്രം മതി. ആൻഡ് ആ ഒരു 1 ഇലക്ട്രോൺ സ്വീകരിക്കുന്നത് നമ്മുടെ ക്ലോറിൻ ആണ്. ക്ലോറിൻ്റെ ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 287 ആണ്. അതായത് അതിന് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 8 ഇലക്ട്രോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ഒരു ഇലക്ട്രോൺസിൻ്റെ നീഡ് കൂടിയാണ് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ഒരു Na ഒരു ഇലക്ട്രോണിനെ കൊടുത്ത് Cl അതിനെ വാങ്ങുന്നു, അങ്ങനെ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബോണ്ടിനെയാണ് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു വീഡിയോയിലൂടെ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ആറ്റംസ് ലോസ് ചെയ്യാം, ഗെയിൻ ചെയ്യാം ഇലക്ട്രോൺസിനെ. ഇവിടെ നമ്മൾ ആറ്റമിൽ ഫസ്റ്റ് എടുക്കുന്ന Na ആൻഡ് അത് നെക്സ്റ്റ് ഒരു ആറ്റത്തിലേക്ക് കൊടുക്കുന്നത് Na+ and Cl- ആവുന്നത്. അപ്പോൾ ഫസ്റ്റ് Na എന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷൻ വരുന്നത് എന്താണ്, 11 ആണല്ലേ. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോറിൻ ഒരു നെഗറ്റീവ് ആനയോണായി മാറി. ആൻഡ് Na+ and അയോൺ ആൻഡ് Cl- അയോൺ ആയിട്ട് മാറുന്നു. ഓപ്പോസിറ്റീവ്ലി ചാർജ്ഡ് കാരിയേഴ്സ് അട്രാക്ട് ചെയ്യുന്നു. സോ ഇവിടെ എന്താ കോൺസെപ്റ്റ് എന്താ വരുന്നത്, നോർത്ത് ആൻഡ് സൗത്ത് പോൾ ആണല്ലോ. സോ ഓപ്പോസിറ്റീവിലായിട്ടുള്ള ചാർജസ് ആണ് അട്രാക്ട് ചെയ്യുന്നത്. സോ ഹെൻസ് ദേ ആർ മേക്കിംഗ് എ അയോണിക് ബോണ്ട്. ഓക്കെ, ഈ NaCl കഴിഞ്ഞു. ഇനിയിപ്പം Mgൻ്റെ ഒരു വേറൊരു കേസും കൂടി നോക്കാം. Mgയിൽ മാഗ്നീഷ്യത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്, ആൻഡ് ഓക്സിജൻ്റെ ആണെങ്കിൽ 6 ഇലക്ട്രോൺസ്. അപ്പോൾ മാഗ്നീഷ്യം ഓക്സൈഡ് ആണ് ഇത് വരുന്നത്. സോ ഇവിടെ എന്താ നമ്മൾ നോക്കുന്ന, Mg ഈ ഒരു ഔട്ടർ മോസ്റ്റുള്ള 2 ഇലക്ട്രോൺസിനെ ഓക്സിജന് കൊടുക്കും. അവിടെ എന്തായി, ഓക്സിജൻ അവിടെ കംപ്ലീറ്റ് ആയി, ഔട്ടർ മോസ്റ്റ് ഷെല്ല് 8 ഇലക്ട്രോൺസ് ആയി. അതായത് Mg2+ ലോസ് ചെയ്തു, സോ മറ്റേത് ഗെയിൻ ചെയ്തു. ഇലക്ട്രോസ്റ്റാറ്റിക്കലി ഇവ രണ്ടും അട്രാക്റ്റഡ് ആയി. അപ്പോൾ അവിടെ ഒരു അയോണിക് ബോണ്ട് കോമ്പൗണ്ട് അയോണിക് ബോണ്ട് അവിടെ മേഡ് ചെയ്തു. ഓക്കെ, ഇലക്ട്രോൺസ്. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുന്നതാണെങ്കിൽ കാൽഷ്യം + ക്ലോറിൻ എടുക്കുന്നതാണ്. കാൽഷ്യത്തിൻ്റെ Cൻ്റെത് 2 ഇലക്ട്രോൺസ് അത് വിട്ടുകൊടുത്തു. ക്ലോറിൻ അത് ഓരോന്നുമായിട്ട് 2 ക്ലോറിൻ ആറ്റംസ് ഉണ്ട്. സോ അത് ഓരോന്നിലുമാണ് അത് വാങ്ങിച്ചിട്ടുള്ളത് ആ ഇലക്ട്രോൺസിന്. സോ മൈനസ് ആണ് വരുന്നത്, -1 എന്നിട്ടുള്ള ഫോമിലാണ് അല്ലേ. ഇത് വാങ്ങുമ്പോൾ മൈനസ് ആയിരിക്കും കേട്ടോ, ആനയോൺ ആയിട്ടാണ് മാറുന്നത്. കൊടുക്കുന്ന ആറ്റം അത് കാറ്റയോണാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കാൽഷ്യം 2+ ആണ് കൊടുത്തത്. അപ്പോൾ കാൽഷ്യം 2+ Cl- എന്ന രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു എൻ്റയർ എക്സാമ്പിളായിട്ട് നമ്മുടെ അയോണിക് ബോണ്ടിന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത് ഞാൻ. അതായത് NaClൻ്റെ കേസിൽ പറയുന്നതാണെങ്കിൽ സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ അത് ക്ലോറിന് കൊടുക്കും. ക്ലോറിൻ അവിടെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോണിൻ്റെ കൂടെ നീഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് സോഡിയം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഡിയം Na+ കൊടുക്കുകയാണല്ലോ, പ്ലസ് കാറ്റയോൺ ആയിട്ട് മാറും. കൊടുക്കുന്നത് കാറ്റയോൺ. ഇനിയിപ്പോൾ വാങ്ങുന്ന ആളുണ്ടല്ലോ, ക്ലോറിനാണ്, അയാൾക്ക് ആ ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ മതി, അത് ആനയോൺ ആയിട്ട് മാറുന്നുണ്ട്. സോ അവിടെ വാങ്ങുന്നതിനെ കൊണ്ട് മൈനസ് ആയിട്ട് വരുന്നു. അങ്ങനെ അവ തമ്മിൽ ഒരു അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് അയോണിക് ബോണ്ടിയുടെ ആ ഒരു കോൺസെപ്റ്റായിട്ട് വരുന്നത്. ഇനി ഇത് ഒരു ബോൺ ഹെയ്ബർ സൈക്കിൾ വെച്ചിട്ട് നമുക്ക് ചിലപ്പം ക്വസ്റ്റ്യൻ ഉണ്ടാവാം ബോൺ ഹെയ്ബർ സൈക്കിളിനെ വിവരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് വരുന്നത് നിങ്ങളിവിടെ നോക്കാം, Na ബ്രാക്കറ്റിൽ S എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ, +½ Cl2G. S എന്ന് വെച്ച് കഴിഞ്ഞാൽ Na സോഡിയം ഒരു സോളിഡ് സ്റ്റേറ്റിലാണുള്ളത്, ആൻഡ് Cl ക്ലോറിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ആണ് വരുന്നത്. സോ അത് G. അപ്പോൾ ഫസ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആ ഒരു ആരോ മാർക്ക് നോക്കാം, ΔSH എന്നാണ് വരുന്നത്. അതായത് സബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ലിമേഷൻ എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സബ്ലിമേഷനിലൂടെ, അതായത് സോഡിയം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആ ഒരു സോളിഡ് ഉണ്ടാവുമല്ലോ, സബ്ലിമേഷൻ പ്രോസസ്സിലൂടെ അത് ഗ്യാസായി മാറി, സോഡിയം ഗ്യാസായി മാറി.
ഓക്കെ. ഇനി നെക്സ്റ്റ് ആ ഒരു NaG ആ ഒരു ആരോ മാർക്ക് പോയിട്ട് എവിടെയാണ് എത്തുന്നത്? Na+Gയിലേക്ക്. അതായത് അയോണൈസേഷൻ സംഭവിച്ചു. അവിടെ എന്താണ് ആ ഒരു ഗ്യാസിന്, സോഡിയം ഗ്യാസിന് അയോണൈസേഷൻ സംഭവിച്ചു. അത് ഒരു അയോണായി, സോഡിയം അയോണായിട്ട് മാറി. അതിപ്പോഴും ഒരു ഗ്യാസ് സ്റ്റേറ്റിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇനി നിങ്ങളിപ്പം നോക്കാം, ½ Cl2, മുകളിൽ ½ Cl2 ഗ്യാസ് ആണല്ലോ. അതിനെന്താണ് ആ ഒരു Cl2 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എലമെൻറ്റിന് എന്ത് സംഭവിച്ചു? ഡിസോസിയേഷൻ സംഭവിച്ചു. അതായത് ക്ലോറിൻ മോളിക്യൂള് ക്ലോറിൻ ആറ്റമായിട്ട് മാറി ഡിസോസിയേഷനിലൂടെ. ഇതിലൊക്കെ ഉണ്ടല്ലോ ഓരോ എനർജി ചേഞ്ചിൻ്റെ എൻതാൽപ്പി, അതിൻ്റെ ആ ഒരു എനർജി ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള എനർജി ലോസസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ക്ലോറിൻ മോളിക്യൂള് ക്ലോറിൻ ആറ്റമായി മാറിയത് ഡിസോസിയേഷനിലൂടെയാണ്. ഇനിയിപ്പം ക്ലോറിൻ ആറ്റം ഉണ്ടല്ലോ, ആ ഒരു ക്ലോറിൻ ആറ്റം അയോണായി പിന്നെ മാറി. അതെന്താ? അഡിഷൻ ഓഫ് ഇലക്ട്രോൺ വഴി. ദാറ്റ് ഈസ് ΔEgH എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ദാറ്റ് ആ ഒരു ക്ലോറിൻ ഗ്യാസ് ക്ലോറിൻ അയോണായിട്ട് മാറി. ഇനിയിപ്പം ഈ ഒരു ക്ലോറിൻ അയോണും Na+ അയോണും Cl- അയോണും Na+ അയോണും കൂടിയിട്ട് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്തു. ഫോർമേഷൻ ഓഫ് ദി ക്രിസ്റ്റൽ ലാറ്റിസ്. ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത് Na+Cl- ആണ് വരുന്നത്. സോ ദ എനർജി ഈസ് റിലീസ്ഡ് ഇൻ ദി സ്റ്റെപ്പ് ഈസ് ലാറ്റിസ് എനർജി. ഇവിടുന്ന് ഈ ഒരു ക്രിസ്റ്റൽ ഫോർമേഷനിൽ പുറത്ത് പോകുന്ന എനർജി ഉണ്ടാവുമല്ലോ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്റിസ് എനർജി ആയിരിക്കും കേട്ടോ. ഇവിടെ എൻതാൽപ്പി ഉണ്ട്. ഈ ഒരു എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ടു മെഷർ ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിങ് എ പ്രോസസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അതായത് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ എത്രത്തോളം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സോഡിയം പറഞ്ഞിട്ടുള്ള ആ ഒരു സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസിലേക്ക് മാറാൻ ഇത്രത്തോളം ഒരു എൻതാൽപ്പി കൊടുക്കുന്നുണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതലായിട്ടും ഉണ്ടല്ലോ ലാർജ് എനർജി ഡിഗ്രീസ് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു പ്രോസസ്സിൽ. അപ്പം ദിസ് അപ്രോച്ച് ഈസ് ബേസ്ഡ് ഓൺ ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നോൺ ആസ് ബോൺ ഹേബർ സൈക്കിൾ. അപ്പം ഈ ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം, അല്ലെങ്കിൽ ഈ ഒരു ബോൺ ഹേബർ സൈക്കിളാണ് കേട്ടോ ഈ ഒരു എനർജി ഡിക്രീസ് വരുന്നത് നമ്മുടെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പം. സോ ഇൻ ദിസ് 5 സ്റ്റെപ്സ് ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് സബ്ലിമേഷൻ, പിന്നെ അയോണൈസേഷൻ, പിന്നെ അഡിഷൻ ഓഫ് ഇലക്ട്രോൺസ്, ഡിസോസിയേഷൻ, ക്രിസ്റ്റൽ ലാറ്റിസ് ഫോർമേഷൻ. ഇതിലൊക്കെ കൂടുതലായിട്ടും 2 സ്റ്റേജസ്, ഫസ്റ്റ് സബ്ലിമേഷൻ സ്റ്റേജ് ആൻഡ് ദി ഡിസോസിയേഷൻ സ്റ്റേജസ് ലോ വാല്യൂസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതായത് സോഡിയം അയോണായിട്ട് മാറുന്നതും സോഡിയം സോളിഡിൽ നിന്ന് ഗ്യാസ് ആയിട്ട് മാറുന്നതും ആൻഡ് ക്ലോറിൻ മോളിക്യൂളിൽ നിന്ന് ക്ലോറിൻ ആറ്റമായിട്ട് മാറുന്നതും, അതാണ് സബ്ലിമേഷനും ഡിസോസിയേഷനും. അതിൻ്റെ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ കുറവായിരിക്കും. പക്ഷേ ബാക്കി വരുന്ന 3 പ്രോസസ്സും, ദാറ്റ് ഈസ് ക്രിസ്റ്റൽ ലാറ്റിസ് ഫോർമേഷന്, അയോണൈസേഷന് ആൻഡ് അഡിഷൻ ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി ഒക്കെ, ഈ ഒരു 3 എണ്ണവും ഹൈ എനർജി ആയിരിക്കും കേട്ടോ. ഹൈ ലാറ്റിസ് എനർജിയാണ് കൊടുക്കുന്നത്. ഇതാണ് ബോൺ ഹേബർ സൈക്കിൾ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് അയോണിക് കോമ്പൗണ്ട്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. 3 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സിലാണ് അയൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആയിരിക്കും അവർ. പെട്ടെന്ന് ഹാർഡും ആൻഡ് പെട്ടെന്ന് പൊട്ടുപോകുന്ന ആ ഒരു ടൈപ്പ് ഓഫ് നേച്ചർ ആയിരിക്കും ആ ഒരു അയണിക് ബോണ്ടിന് ഉണ്ടാകുന്നത്. ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ് ഡ്യൂ ടു സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ അയോൺസ്. എന്താണ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിഡ് ടു ഗ്യാസ്, സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറുന്നതാണ് മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ബോയിലിംഗ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അതായത് മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോളിഡ് ടു ലിക്വിഡ് ഫോമിലേക്ക് പോകുന്നതാണ് കേട്ടോ. അതായത് എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണ്, ഐസ് ക്യൂബ് എടുക്കുക. ഐസ് ക്യൂബ് ഫസ്റ്റ് സോളിഡാണ്, അതിപ്പോൾ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, അത് ലിക്വിഡാവും, വെള്ളമായിട്ട് മാറും അല്ലേ. ഇതിനെയാണ് മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ബോയിലിംഗ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ആ ഒരു ലിക്വിഡ് വെള്ളത്തെ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്ന ഗ്യാസ് അല്ലേ, വേപ്പേഴ്സ് ആയിട്ട് പോകുമല്ലോ അത്. അപ്പോൾ അതിനെയാണ് ആ ഒരു ലിക്വിഡ് ടു ഗ്യാസ് ഫോമിലേക്ക് പോകുന്നതിനാണ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇത് അയോണിക് കോമ്പൗണ്ടിൽ കൂടുതലായിരിക്കും.
അതെന്തുകൊണ്ടാണ്? സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി അയോൺസ്. ആ അയോൺസ് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ കാരണമാണ് അത്. ഓക്കെ, ഈ ഒരു അയോണിക് കോമ്പൗണ്ട്സ് അത് നോൺ പോളാർ സോൾവൻസിൽ സോലുബിൾ ആണ്. ലൈക്ക് നോൺ പോളാർ സോൾവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈതർ ആൻഡ് ആൽക്കഹോൾ ഒക്കെയാണ്. പിന്നെ ഈ ഒരു അയോണിക് കോമ്പൗണ്ട്സ് മോൾട്ടൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷനിൽ, മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ലിക്വിഡ് സ്റ്റേറ്റ് തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സ്റ്റേറ്റിൽ എന്തായിരിക്കും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം കോവാലന്റ് ബോണ്ടിനെ കുറിച്ചിട്ടാണ്. കോവാലന്റ് ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് നോൺ മെറ്റൽ ടു മെറ്റലിലേക്ക്, നോൺ മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ ഇൻട്രാക്ഷൻ ആണ്, ബോണ്ടിങ് ആണ് വരുന്നത് കോവാലന്റ് ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ ഇപ്പം ഒരു പീരിയോഡിക് ടേബിൾ നിങ്ങൾ ഓർത്ത് വെക്കുന്നതാണെങ്കിൽ നോൺ മെറ്റൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതാണ് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. പിന്നെ ഹാലൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹാലോജൻ ഫാമിലി ഉണ്ടാവും. അത് നിങ്ങൾക്ക് അടുത്തുള്ള ചാപ്റ്റേഴ്സിൽ പഠിക്കാവുന്നതാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവയൊക്കെയാണ് നോൺ മെറ്റൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നോൺ മെറ്റൽ ബോണ്ടിങ് ആണ് കോവാലന്റ് ബോണ്ടിങ് വരുന്നത്. സോ സം ആറ്റംസ് മേ ഹാവ് എ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സച്ച് ദാറ്റ് ഗെയിനിങ് ഓർ ലോസിങ് ഇനഫ് ടു fulfill their octet is challenging. These atoms may engage in covalent bonds instead of ionic bond. അതായത് നേരത്തെ അയോണിക് ബോണ്ടിൻ്റെ കേസിൽ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ആറ്റംസ് ലോസ് ചെയ്യുക അല്ലെങ്കിൽ ഗെയിൻ ചെയ്തിട്ടാണ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. ഇവിടെ കോവാലന്റ് ബോണ്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആറ്റംസിനെ ഷെയർ ചെയ്യുകയാണ്. ഈ ഒരു നോൺ മെറ്റൽസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് അത് തൻ്റെ ആറ്റംസിനെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. Covalent bonds takes place when rather than taking or giving electrons, atoms share their electrons in order to fill their energy shells. എന്താണ് ഇവിടെ കോവാലന്റ് ബോണ്ടിൽ ഷെയർ ചെയ്യുകയാണെന്ന് ആലോചിക്കണം കേട്ടോ. അയോണിക് ബോണ്ടിലാണെങ്കിൽ ലോസ് ചെയ്യുക അല്ലെങ്കിൽ ഗെയിൻ ചെയ്തുകൊണ്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു ഒക്റ്ററ്റ് റൂൾ എന്ന് ഞാൻ അയോണിക് ബോണ്ടിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ഒക്റ്ററ്റ് റൂൾ എന്ന് ഫസ്റ്റ് മനസ്സിലാക്കണം. പാർഷ്യലി ഫിൽഡ് ഇലക്ട്രോൺ ഷെൽസ് ആർ അൺസ്റ്റേബിൾ. എല്ലാവർക്കും അറിയാം അല്ലേ? ഇപ്പം പാർഷ്യലി ഫിൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെല്ലിൽ നമുക്ക് 8 ഇലക്ട്രോൺ എന്ന രീതിയിലാണ് വരുന്നത്. സോ പാർഷ്യലി എന്ന് വെച്ചാൽ 4 ഇലക്ട്രോൺസ്. അപ്പോൾ ആ ഒരു 4 ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോൺസ്, 6 ഇലക്ട്രോൺസ്, എത്ര ഇലക്ട്രോൺസ് ആണെങ്കിലും 8ൻ്റെ ഉള്ളിലുള്ള അതൊക്കെ പാർഷ്യലി ഫിൽഡ് ആയിരിക്കും. ദേ ആർ അൺസ്റ്റേബിൾ. ആ ഒരു ആറ്റം അൺസ്റ്റേബിൾ ആയിരിക്കും. സോ all atoms want to fill their electron shells completely. എല്ലാ ആറ്റംസും കൂടുതലും ശ്രമിക്കുക എന്താണ്? സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം അവരുടെ ആ ഇലക്ട്രോൺ ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സിൻസ് മോസ്റ്റ് ഷെൽ ക്യാൻ ഹോൾഡ് 8 ഇലക്ട്രോൺസ്, ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ദി ഒക്റ്ററ്റ് റൂൾ. അതായത് അവരുടെ ആ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ എലമെൻസും എന്ത് വേണ്ടിയിട്ട് ശ്രമിക്കും? അവരുടെ ബാലൻസ് ഇലക്ട്രോൺസിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇതിനെയാണ് ഒക്റ്ററ്റ് റൂൾ എന്ന് പറയുന്നത്. ആറ്റംസ് ഫുൾഫിൽ ദ ഒക്റ്ററ്റ് റൂൾ ബൈ ഫോമിംഗ് ബോണ്ട്സ് വിത്ത് അതർ ആറ്റംസ്. ഇത് എങ്ങനെയാണ് കൈവരിക്കുന്നത് ഈ ഒരു ഒക്റ്ററ്റ് റൂള്? 8 ഇലക്ട്രോൺസിനെ ബോണ്ടിങ്ങിലൂടെയാണ്. ഓക്കെ, ഇനി കോവാലന്റ് ബോണ്ട് നമുക്കൊന്ന് നോക്കാം. ദ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ആറ്റംസ് ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. അതാണ് കേട്ടോ നോക്കണ്ടേ, ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ഈച്ച് ആറ്റം വിൽ ഗിവ് അറ്റ്ലീസ്റ്റ് 1 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണെങ്കിലും ഒരു ആറ്റം കൊടുക്കണം ഈ ഒരു കോവാലന്റ് ബോണ്ടിൽ എന്നാണ് കേട്ടോ വരുന്നത്. സോ ഇൻവോൾവ് മിനിമം 1 പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഒരു ആറ്റം ഒരു ഇലക്ട്രോണിന് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 2 ആറ്റംസ് ഉണ്ടാകുമ്പോൾ ഒരു 1 പെയർ ഓഫ് ഇലക്ട്രോൺസ് മിനിമം കോവാലന്റ് ബോണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കിട്ടും നമുക്ക്. 1 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഷെയർഡ് ബിറ്റ്വീൻ ദ ആറ്റംസ്. സോ ഇതിനെ നമ്മൾ സിംഗിൾ കോവാലന്റ് ബോണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. ദാറ്റ് ഈസ് ആറ്റംസിൻ്റെ ഇടയിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ കണ്ടല്ലോ, ഒരു ലൈന്, അതേപോലെ. ഇനി നമുക്ക് ക്ലോറിൻ മോളിക്യൂൾ എടുക്കാം ഒരു എക്സാമ്പിളായിട്ട്. സെയിം ആറ്റംസ് ആണ് ക്ലോറിൻ്റെ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287 ആണ് വരുന്നത്. ലാസ്റ്റ് 7 ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ തന്നെ ഒരു ക്ലോറിൻ ആറ്റവുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന ആ ഒരു ആറ്റത്തിനും എന്താണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല് 7 ആണ്. ഇനി ഇവ തമ്മിൽ ബോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പം ഷെയർ ചെയ്തു അവരുടെ ഇലക്ട്രോൺസ്. ഇപ്പം ഷെയറിങ് 1 ഇലക്ട്രോൺ പെയർ. ഇപ്പം ഫസ്റ്റ് ക്ലോറിൽ 8 ഇലക്ട്രോൺസ് ആയി, രണ്ടാമത്തെ ക്ലോറിലും അങ്ങനെ 8 ഇലക്ട്രോൺസ് ആയി. സോ ദേ ആർ ബോണ്ടിങ് വിത്ത് എ സിംഗിൾ ബോണ്ട്.
സിംഗിൾ കോവാലൻ ബോണ്ടിലാണ്. അതായത് ഓരോ ഇലക്ട്രോൺസ് വെച്ചിട്ട് 1 പെയർ ഓഫ് ഇലക്ട്രോൺ പെയർ ഉണ്ടാക്കി. അതിനെ സിംഗിൾ കോവാലൻ ബോണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സിംഗിൾ കോവാലൻ ബോണ്ട് മാത്രമാണോ ഉണ്ടാകുന്ന ഈ ഒരു കോവാലൻ ബോണ്ട് എന്ന് പറയുമ്പോൾ? അല്ല. നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കിയെടുക്കാം. ഓക്സിജൻ ഇടുക. ഓക്സിജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് 6 ആണ്. 2 ഓക്സിജൻ കൂടി കമ്പൈൻ ചെയ്തു. സോ ഇലക്ട്രോൺസ് ഇവിടെ ഷെയർ ചെയ്തപ്പെട്ടു അല്ലേ. അതിൽ ഒരു ഓക്സിജൻ എന്താണ് 2 ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് ഇലക്ട്രോൺ പെയറിങ്ങിൽ വരുന്നത് അല്ലേ. സോ അങ്ങനെ 2 ഇലക്ട്രോൺ പെയർ ഇവിടെ വന്നു ഓക്സിജൻ്റെ കേസിൽ. ഇത് കോവാലന്റ് ബോണ്ടാണോ? യെസ്, ആക്ച്വലി ദിസ് ഈസ് എ കോവാലന്റ് ബോണ്ട്. ദാറ്റ് ഈസ് മിനിമം 1 പെയർ ഓഫ് ഇലക്ട്രോൺ എന്നാണ് പറയുന്നത്. സോ ഇവിടെ 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് വന്നു, മിനിമത്തിലും കൂടുതലായി. സോ എന്തായാലും ഹെൻസ് ഇറ്റ് ഈസ് എ കോവാലന്റ് ബോണ്ട്. ഓക്സിജനും കോവാലന്റ് ബോണ്ടിലാണ്. പക്ഷേ ദിസ് ഈസ് എ ഡബിൾ കോവാലന്റ് ബോണ്ടാണ് കേട്ടോ. 2 പെയർസ് ഓഫ് ഇലക്ട്രോൺ ഷെയർഡ് ബിറ്റ്വീൻ ആറ്റംസ്. ഡബിൾ കോവാലന്റ് ബോണ്ട് എന്നാണ് ഇതിനെ പറയുന്നത്. സോ 2 ലൈൻസ് വെച്ചിട്ടാണ് ഡബിൾ കോവാലന്റ് ബോണ്ടിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് മോർ ദാൻ 2 പെയർസ് ആകുമ്പോൾ ഇലക്ട്രോൺസ് ആറ്റംസ് തമ്മിൽ ഷെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനെ ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടെ നൈട്രജൻ നമ്മൾ എടുത്തിട്ടുള്ളത് 2 നൈട്രജൻ ആറ്റംസിനെ എടുത്തു. ട്രിപ്പിൾ കോവാലന്റ് ബോണ്ടിലാണ് വരുന്ന. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ തമ്മിൽ 5 ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് ഉണ്ടാകുന്നത്. അത് ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് ഷെയർ ചെയ്തു. ദാറ്റ് ഈസ് 3 പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർഡ് ബിറ്റ്വീൻ ദി ആറ്റംസ്. അങ്ങനെ ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട്. അപ്പോൾ കോവാലന്റ് ബോണ്ടിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് സിംഗിൾ ആൻഡ് ഡബിൾ, ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട്. ഒരു കോവാലന്റ് ബോണ്ട് മേക്ക് ചെയ്യാൻ മിനിമം 1 പെയർ ഓഫ് ഇലക്ട്രോൺസ് മാത്രം മതി. 2 ആറ്റംസും ഉണ്ടാവണം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ലൂയിസ് ഡോട്ട് ഡയഗ്രാംസിനെ വെച്ചിട്ടാണ്. ഇൻ കെമിക്കൽ റിയാക്ഷൻ ദ ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. വി can represent elements using Lewis dot diagrams which visually emphasize those electrons over the others. അപ്പം ലൂയിസ് സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺവീനിയൻറ്റ് വേ ഓഫ് റെപ്രസെൻറ്റിങ് ബോണ്ടിങ് ഇൻ സിമ്പിൾ മോളിക്യൂൾസ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ലൂയിസ് സ്ട്രക്ചറിൽ നോർമൽ കെമിക്കൽ സിമ്പിൾ എന്നാണ് ആൻഡ് ദ എലമെൻറ്റ്സ് സറൗണ്ടഡ് ബൈ എ നമ്പർ ഓഫ് ഡോട്ട് അല്ലെ. ഓരോ നമ്പർ ഓഫ് ഡോട്ട്സ് വെച്ചിട്ടാണ് ആ ഒരു എലമെൻറ്റ് നമ്മളിപ്പം റെപ്രസെൻ്റ് ചെയ്യുന്നത്. റെപ്രസെൻറ്റിങ് ദി ഇലക്ട്രോൺസ് ഇൻ ദി വാലൻസ് ഷെൽ. എക്സാമ്പിൾ അവിടെ കൊടുത്തത് NaCl തന്നെയാണ്. ഫസ്റ്റ് Na ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്താണ് 281 എന്നാണ്, 11 അറ്റോമിക് നമ്പർ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ Naക്ക് 1 ഇലക്ട്രോൺ ആണ്. ആൻഡ് Cl മൈനസ് ആണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ്. അതാണ് ഡോട്ട് ഇട്ടിട്ട് നമ്മൾ സിംപ്ലി റെപ്രസെൻറ്റ് ചെയ്തതാണ്. സോ അത് എങ്ങനെയാണ് ഒരു അയോണിക് കോമ്പൗണ്ടിലാണെങ്കിൽ അത് നമ്മൾ എന്താണ് ഈ ഒരു ലൂയിസ് സ്ട്രക്ചർ വെച്ചിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ Na ഒരു ഇലക്ട്രോണിനെ കൊടുത്തു, അങ്ങനെ Cl 8 ഇലക്ട്രോൺസ് ആയി. സോ ആൻഡ് ദ കോവാലന്റ് ബോണ്ട് ഫോർമേഷൻ ഇൻ HFI ഈസ് റിപ്രസെൻറ്റഡ് ആസ് ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഹൈഡ്രജനും ഫ്ലൂറിനും വെച്ചിട്ടാണ്. സോ അത് ഹൈഡ്രജന് ഒറ്റ ഇലക്ട്രോൺസ് കൊടുത്തു, അങ്ങനെ ഫ്ലൂറിന് അതെന്തായി സ്റ്റേബിളായി മാറി. ഇതൊരു ലൂയിസ് സ്ട്രക്ചറിൻ്റെ എക്സാമ്പിൾ കൊടുത്താൽ മാത്രമാണ് കേട്ടോ. ഇനി കോവാലന്റ് ബോണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ എന്താണ് സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ് അയോണിക് ബോണ്ടിന് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടുത്തെ ഉള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ് കമ്പയറിങ് ടു ദി അയോണിക് ബോണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് ലോ ആയിരിക്കും. ആൻഡ് അയോണിക് സ്പീഷീസിനെ അപേക്ഷിച്ച് ഇത് പുവർ കണ്ടക്ടേഴ്സാണ്. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് അത്രയും ലോ ഇതിലായിരിക്കും. ആൻഡ് ദേ ആർ ജനറലി ഇൻസോലുബിൾ ഇൻ വാട്ടറിൽ സോലുബിൾ അല്ല ഈ ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ള കോമ്പൗണ്ട്സ്. ആൻഡ് ഡിസോൾവ് ഇൻ നോൺ പോളർ സോൾവൻസിൽ ഡിസോൾവ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബോണ്ടിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹൈഡ്രജൻ ബോണ്ടിങ്. So it is a special type of attraction between a hydrogen atom bonded to a strongly electronegative atom. ഒരു ഹൈഡ്രജൻ ആറ്റം എന്താണ് ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റവുമായിട്ട് ബോണ്ട് ചെയ്യുന്നതിനാണ് കേട്ടോ നമ്മൾ ഈ ഒരു
ഹൈഡ്രജൻ ബോണ്ടിനെ പറയുന്നത് ഇറ്റ് ഈസ് എ വീക്ക് ബോണ്ട് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ദി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് അതർ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റം. The bond between the molecule is called intermolecular hydrogen bond and within the same molecule called intramolecular hydrogen bond. സിംപ്ലി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈഡ്രജൻ ആറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റംസും തമ്മിലാണ് ബോണ്ട് ചെയ്യുന്നത്. ഇലക്ട്രോ നെഗറ്റീവ് ആറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിളായിട്ട് ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെന്താണ്, ഒരു വീക്ക് ബോണ്ടാണ് വരുന്നത് ഈ ഒരു ഹൈഡ്രജൻ ബോണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ the difference in the electronegativity between hydrogen and the other electronegative atoms. Okay, അപ്പോൾ ഈ ഒരു ബോണ്ട് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ബിക്കം പോളാർ ബോണ്ട്സ് ആയിരിക്കും കേട്ടോ വരുന്നത്. If the hydrogen bond is formed between two different molecules, it is called, അതായത് രണ്ട് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് തമ്മിലാണ് ഹൈഡ്രജൻ ബോണ്ടിൽ ഏർപ്പെടുന്നെങ്കിൽ അതിനെ ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്നാണ് പറയുന്നത്. ഇനിയിപ്പം വിത്തിൻ ദ സെയിം മോളിക്യൂളിൽ വെച്ചിട്ടാണ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി എന്നാണ്. അപ്പോൾ ഈ ഒരു വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറിയിൽ രണ്ട് പോസ്റ്റ്ലേറ്റ്സ് ആണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. ചിലപ്പോൾ പോസ്റ്റ്ലേറ്റ്സ് നിങ്ങളോട് ചോദിക്കാം, VSEPR തിയറീൻ്റെ പോസ്റ്റ്ലേറ്റ്സ്. ഫസ്റ്റ് ഒന്ന് പറയുന്നത് ദ ഇലക്ട്രോൺ പെയേഴ്സ് ബോത്ത് ബോണ്ടിങ് ആൻഡ് നോൺ ബോണ്ടിങ്, ബോണ്ട് ചെയ്യപ്പെട്ട ഇലക്ട്രോൺ പെയേഴ്സും അല്ലെങ്കിൽ അൺബൗണ്ട് ചെയ്യപ്പെട്ട ഇലക്ട്രോൺ പെയേഴ്സും അറൗണ്ട് ദി സെൻട്രൽ ആറ്റം ഇൻ എ മോളിക്യൂൾ അറേഞ്ച് ദംസെൽവ്സ് ഇൻ എ സ്പേസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ മിനിമൈസ് ദെയർ മ്യൂച്വൽ റിപ്പൽഷൻ. അതായത് എന്താണ്, ബോണ്ട് ചെയ്യപ്പെട്ടതും അൺബൗണ്ട് ചെയ്യപ്പെട്ട ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ടാവുമല്ലോ, ആ ഒരു ആറ്റത്തിൽ ഒരു സെർട്ടീൻ രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്യപ്പെടുന്നത്. അപ്പം ആ ഒരു അറേഞ്ച്മെൻറ്റ് അവർ എന്ത് വേണ്ടിയിട്ടാണ്, ആ ഒരു റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ഒരു AX2 എന്ന ടൈപ്പിലാണ് മോളിക്യൂൾ അറേഞ്ച് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ലീനിയർ ആണെന്ന് പറയാം. അതായത് AX2 എന്ന് വെച്ച് കഴിഞ്ഞാൽ BCl2 ബെറിലിയം ഡൈക്ലോറൈഡ്. അപ്പം ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നതാണെങ്കിൽ AX2 എന്ന രീതിയിലാണ് ഇപ്പം നമ്മുടെ മോളിക്യൂൾ വരുന്നതാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോൺ പെയർസ് രണ്ടായിരിക്കും. അത് ലീനിയർലി അറേഞ്ച് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്ന സ്ട്രക്ചറാണ് 180 ഡിഗ്രി. ഇവിടെ HgCl2 BCl വരുന്നുണ്ട്. ആൻഡ് AX3 എന്ന ഫോമാറ്റിലാണെങ്കിൽ ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് BF3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 3 നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് വരുന്നത് 3 ആണെങ്കിൽ അതെന്താ, ഒരു പ്ലാനാർ ട്രയഗോണൽ ഷേപ്പിലായിരിക്കും വരുന്നത്. ഇനിയിപ്പം CCl4 CH4 എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ കോമ്പൗണ്ട് ആണെങ്കിൽ അത് ടെട്രാഹെഡറൽ. PCl5 നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് വരുന്നതാണെങ്കിൽ അത് ട്രൈഗണൽ ബൈ പിരമിഡൽ ആയിട്ടായിരിക്കും. ആൻഡ് 6 നമ്പേഴ്സ് ഓഫ് ഇലക്ട്രോൺ പെയർസ് വരുന്നതാണെങ്കിൽ ഒക്ടാഹെഡറൽ. അപ്പോൾ ഇതെന്താണ് പോസ്റ്റ്ലേറ്റ്സ് 1 പറയുന്നത്, അതിൻ്റെ ഒരു ഡെഫിനിറ്റ് ഷേപ്പിനാണ് കേട്ടോ അത് ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു VSEPR തിയറിയിലൂടെ. ഇനി രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് ദ റിപ്പൽഷൻ ഓഫ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഫോർ അനദർ ലോൺ പെയർ ഈസ് ഗ്രേറ്റർ ദാൻ that between a bond pair and a lone pair is greater than that between two bond pairs. That is ഈ ഒരു പോസ്റ്റ്ലേറ്റ് സിംപ്ലി താഴെ കൊടുത്തിട്ടുണ്ട്. ലോൺ പെയറും ലോൺ പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബോണ്ടിങ്ങിൽ ഇല്ലാത്ത ഇലക്ട്രോൺസ് ഉണ്ടാവില്ല അത് പെയർ ചെയ്യുന്നത്. ആ ഒരു ലോൺ പെയർ ഇൻട്രാക്ഷൻ ബോണ്ട് അത് ആയിരിക്കും ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്നത്. പിന്നെ ആയിരിക്കും അതിൻ്റെ താഴെ വരുന്നത് ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആയിരിക്കും കേട്ടോ, റിപ്പൽഷൻ ആയിരിക്കും. ആൻഡ് അതിലും താഴെയായിരിക്കും ബോണ്ട് പെയർ വരുന്ന റിപ്പൽഷൻ. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് എന്ന് പറഞ്ഞത്. അപ്പം ഇതിലും നമുക്കൊരു എന്താണ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പോസ്റ്റ്ലേറ്റ്സിൽ. ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് CH4 എന്ന് എടുക്കാം. ഓക്കെ, മീഥേൻ ആണ് CH4 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, സെൻട്രൽ കാർബൺ ആറ്റം ഉണ്ടാവും അല്ലേ, നമുക്ക് ഈ ഒരു മോളിക്കുലർ ഷേപ്പിൽ ഇവിടെ ഇതിൽ കാണാം. ഒരു സെൻട്രൽ കാർബൺ ആറ്റം ഉണ്ടാവും, അതിനെ സറൗണ്ട് ചെയ്തിട്ട് എന്താണ് ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും. സോ കാർബൺ ആറ്റം ഹാസ് 4 വാലൻസ് ഇലക്ട്രോൺസ് ആൻഡ് ഇറ്റ് ഷെയർസ് 4 ഇലക്ട്രോൺസ്
വിത്ത് 4 ഹൈഡ്രജൻ ആറ്റംസ് അല്ലേ. അതിൻ്റെ 4 വാലൻസ് ഇലക്ട്രോൺസിലുള്ള 4 ഇലക്ട്രോൺസ് എന്താണ് 4 ഹൈഡ്രജൻ ആറ്റംസുമായിട്ട് ഷെയർ ചെയ്യും. സോ ഹിയർ എത്ര ബോണ്ടാണ് ഇവിടെ ഉണ്ടാകുന്നത്? ബോണ്ട് പെയേഴ്സ് ആണ്. 4 ബോണ്ട് പെയേഴ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പം 4 ബോണ്ട് പെയേഴ്സ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ മോളിക്കുലർ ജിയോമെട്രി ടെട്രാഹെഡ്രൽ ആയിരിക്കും കേട്ടോ. ഇനിയിപ്പം നമ്മൾ വാട്ടറിൻ്റെ കേസിൽ നോക്കാം. ലാസ്റ്റ് H2-ൻ്റെ ഒക്കെ നോക്കാം നമുക്ക്. H2 ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? 4 pairs ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാകുന്നത്. 2 are bond pairs while 2 are lone pairs ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഇൻ ദ മ്യൂച്വൽ റിപ്പൽഷൻ ബിറ്റ്വീൻ ദ ബോണ്ട് ആൻഡ് ബോണ്ട് പെയർ വിൽ ബി സ്ലൈറ്റ്ലി ഡിസ്റ്റോർട്ടഡ് ഫ്രം ദി എക്സെപ്റ്റഡ് ടെട്രാഹെഡ്രൽ ഷേപ്പിൽ. അപ്പം അതൊന്ന് ടെട്രാഹെഡ്രൽ ഷേപ്പിൽ നിന്ന് മാറി ആംഗുലാർ ഓർ ബീം ആ ഒരു ഷേപ്പിലായിരിക്കും, ബെൻഡ് ഷേപ്പിലായിരിക്കും കേട്ടോ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു VSEPR തിയറി പറയുന്നത് നമ്മുടെ ആ ഒരു ബോണ്ട് ഫോർമേഷനിൽ ഉണ്ടാകുന്ന ജിയോമെട്രിക് പ്രൊവൈഡ്സ് എ ഗുഡ് ഐഡിയ ഓഫ് ദി ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾസ്. ആ ഒരു മോളിക്യൂൾസിൻ്റെ ഷേപ്പാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് പറയുന്നത് മോഡേൺ തിയറീസ് ഓഫ് കെമിക്കൽ ബോണ്ടിങ്. കെമിക്കൽ ബോണ്ടിൻ്റെ മോഡേൺ തിയറിയാണ് പറയുന്നത്. മോഡേൺ തിയറിയിൽ ഫസ്റ്റ് വരുന്നത് വാലൻസ് ബോണ്ട് തിയറിയാണ്. It explains how atoms bond by overlapping their atomic orbitals. The electrons in these overlapping orbitals pair up forming a bond. അതായത് വാലൻസ് ബോണ്ട് തിയറി സിംപ്ലി നമുക്ക് എങ്ങനെ ആ ഒരു ഇതിൽ പറയാവുന്നതാണ്. That is, it explains how atoms bond by overlapping their atomic orbitals. അറ്റോമിക് ഓർബിറ്റൽസിൽ എങ്ങനെയാണ് ആറ്റംസ് ബോണ്ട് ചെയ്യപ്പെട്ടെന്നാണ് കേട്ടോ നമ്മുടെ വാലൻസ് ബോണ്ട് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് ദ ഇലക്ട്രോൺസ് ഇൻ ദിസ് ഓവർലാപ്പിംഗ് ഓർബിറ്റൽസ് പെയർ അപ്പ് ഫോമിങ് എ ബോണ്ട്. അപ്പം ഈ ഒരു ഇലക്ട്രോൺസ് എന്തായിരിക്കും അതിൻ്റെ ക്ലാസ്സിൽ വരുന്ന ഇലക്ട്രോൺസ് ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരു കീ ഐഡിയ ഇപ്പം പറയുന്നുണ്ടെങ്കിൽ കെമിക്കൽ ബോണ്ട് ഫോംസ് വൺ അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് അല്ലേ. ഒരു ബോണ്ട് ഉണ്ടാകുന്നുണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ. ഈ ഒരു ഓവർലാപ്പ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? റീജിയൻ ഓഫ് ഹയർ ഇലക്ട്രോൺ ഡെൻസിറ്റി ബിറ്റ്വീൻ ദി ന്യൂക്ലിയർ. ആ ഒരു ന്യൂക്ലിയർ ആയിട്ടൊരു ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ആ ഒരു റീജിയൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ആ ഒരു ആറ്റത്തിനെ കണക്ട് ചെയ്യാൻ സിംപ്ലി അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ടുഗെദർ ഹോൾഡ് ചെയ്യാൻ നമുക്കിതിന് പറ്റുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുന്നതാണെങ്കിൽ H2 മോളിക്യൂൾ അതിൻ്റെ ഫസ്റ്റ് 1s ഓർബിറ്റൽ നോക്കാം. ഹൈഡ്രജൻ്റെ ദ ഹൈഡ്രജൻ ആറ്റം ഓവർലാപ്സ് വിത്ത് ദി 1s ഓർബിറ്റൽ ഓഫ് ദി അതർ ഹൈഡ്രജൻ ആറ്റം. അങ്ങനെ ഫസ്റ്റത്തുള്ള ആ ഒരു ഇലക്ട്രോണ് ഹൈഡ്രജൻ്റെ മറ്റൊരു ഇലക്ട്രോണുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബോണ്ടിൽ ഏർപ്പെടുമ്പോൾ അവിടെ എന്താണ് ഒരു സിഗ്മ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ബോണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ് ഒരു കംപ്ലീറ്റ് ജിയോമെട്രി മോളിക്യൂൾസിൻ്റെ ജിയോമെട്രി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ദി ഡീലോക്കലൈസ് ആയിട്ടുള്ള ബോണ്ടിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെത്തേഡ് കൊണ്ടുവന്നിട്ടുള്ളത്. An extension of the valence bond theory. Hybridization is a concept that explains how atomic orbitals combine to form new hybrid orbitals. എങ്ങനെയാണ് ന്യൂ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആയിട്ട് മാറുന്നതെന്നാണ് കേട്ടോ പറയുന്നത്. ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് കോവാലൻ ബോണ്ട്സ്. കോവാലൻ ബോണ്ട്സിൻ്റെ ഫോർമേഷനിൽ എങ്ങനെയാണ് ന്യൂ ഓർബിറ്റൽസ് ആയിട്ട് മാറുന്നതിന്. ദീസ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഹാവ് ഷേപ്സ് ആൻഡ് ഓറിയൻറ്റേഷൻ ദാറ്റ് മാച്ച് ദി ജിയോമെട്രി ഓഫ് ദി മോളിക്യൂൾ മിനിമൈസിങ് ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ. അതായത് ഇലക്ട്രോൺ പെയറിൻ്റെ റിപ്പൽഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഒരു സെർട്ടൻ ഷേപ്സ് ആൻഡ് ഓറിയൻറ്റേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊന്ന് വ്യക്തമാക്കാന്നുണ്ടെങ്കിൽ ബോറോൺ ആറ്റം എന്ന് പറയാം. അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. 1s 2s 2p എന്നിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പം ഇതിൽ ഫസ്റ്റ് നമ്മൾ എന്താണ് സ്പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന എക്സൈറ്റേഷൻ
സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അതെന്താണെന്ന് ഫസ്റ്റ് 1s എന്ന് പറഞ്ഞിട്ടുള്ളത് ഓൾറെഡി ആ സ്റ്റേബിൾ ആയിരിക്കും. 2sലുള്ള ആ ഒരു സ്പിൻ ചെയ്തിട്ടുണ്ട് ക്ലോക്ക് ഡിറക്ഷനിലോ ആൻറ്റി ക്ലോക്ക് ഡിറക്ഷനിലോ കൊടുത്ത ആ ഇലക്ട്രോൺസ് ഉണ്ട്, അത് 2s നിന്ന് 2pയിലേക്ക് ഒന്ന് നമ്മൾ കൊടുക്കും. അതിൻ്റെ മ്യൂച്വൽ റിപ്പൽഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. സോ 1 2s ഓർബിറ്റിൽ 2p ഓർബിറ്റൽസും ഹൈബ്രിഡ് ചെയ്യുന്നതാണ് ഇവിടെ. അങ്ങനെ ടോട്ടലി നമുക്ക് sp², എസ്സിലും ഉണ്ട്, രണ്ടാമത്തെ എസ്സിലും ഉണ്ട്, പിയിലും ഉണ്ട് അല്ലേ ഇലക്ട്രോൺസ്. അപ്പോൾ അതിനെ sp² ഹൈബ്രിഡ് ഓർബിറ്റൽ എന്നാണ് കേട്ടോ പറയുന്നത്. അതിനാണ് sp² ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേരിക് നമ്പർ മനസ്സിലാക്കാൻ വേണ്ടി എങ്ങനെയാണ് ഇത് എങ്ങനത്തുള്ള ഹൈബ്രിഡൈസേഷനാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബോണ്ടഡ് ആറ്റംസിൻ്റെ നമ്പർ പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയേഴ്സ് ഓൺ ദി സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിൽ വരുന്ന ലോൺ പെയേഴ്സ്, ബോണ്ടിങ്ങിൽ ഏർപ്പെടാത്ത ലോൺ പെയേഴ്സിനെയും കൂടി കൂട്ടാം. അങ്ങനെയാണെങ്കിൽ SN = 2 ആണെങ്കിൽ അത് SP ആയിരിക്കും, SN = 3. ഇത് ചെയ്തിട്ട് കിട്ടുന്നുണ്ടല്ലോ നമ്പർ ഓഫ് ബോണ്ടഡ് ആറ്റം പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയേഴ്സ് ഓൺ ദി സെൻട്രൽ ആറ്റം. അപ്പോൾ ഇത് ചെയ്ത് കിട്ടുന്നത് നമുക്ക് ആൻസറായിട്ട് 3 വരുന്നതാണെങ്കിൽ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് sp² ആയിരിക്കും. എനിക്ക് 4 ആണെങ്കിൽ sp³ ആയിരിക്കും, ആൻഡ് 5 ആണെങ്കിൽ sp3d ആയിരിക്കും കേട്ടോ, ആൻഡ് 6 വരുന്നതാണെങ്കിൽ sp3d² ആയിരിക്കും. സോ SP ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഷേപ്സ് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ജിയോമെട്രി വരുന്നത് ലീനിയർ ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിൾ VeCl2 ആയിരിക്കും. അതിൻ്റെ sp² ആണെങ്കിൽ ട്രൈഗണൽ പ്ലാനാർ ആയിരിക്കും, sp3 ആണെങ്കിൽ ടെട്രാഹെഡ്രൽ ആയിരിക്കും, sp3d ആണെങ്കിൽ എന്തായിരിക്കും ട്രൈഗണൽ ബൈപിരമിഡൽ ആയിരിക്കും, ആൻഡ് sp3d2 ആണെങ്കിൽ ഒക്ടാഹെഡ്രൽ ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ജോമെട്രി ഒന്ന് മനസ്സിലാക്കി വെക്കാം sp² ഹൈബ്രിഡൈസേഷനിലും വന്നു കഴിഞ്ഞാൽ. ലാസ്റ്റ് വരുന്നത് നമ്മൾ പറയുന്നത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറീനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പം മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാണ്. മോളിക്കുലാർ ഓർബിറ്റൽ തിയറി വ്യൂസ് ഇലക്ട്രോൺ ആസ് ഡീലോക്കലൈസ്ഡ് അക്രോസ് ദി എൻറ്റയർ മോളിക്യൂൾ, നോട്ട് ലോക്കലൈസ്ഡ് ബിറ്റ്വീൻ 2 ആറ്റംസ്. അപ്പോൾ ആ ഒരു എൻറ്റയർ മോളിക്യൂളിലായിരിക്കും അത് ഡീലോക്കലൈസ് ചെയ്യുന്നത്, 2 ആറ്റംസിലായിരിക്കും അല്ല കേട്ടോ, അതിൻ്റെ ബിറ്റ്വീൻ ആയിട്ടുള്ള ആറ്റംസിലല്ല. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ടു ഫോം എ മോളിക്കുലർ ഓർബിറ്റൽ സ്പ്രെഡ് ഓവർ ദി ഹോൾ മോളിക്യൂൾസ്. അപ്പോൾ അതായത് എന്താണ് ഇത് പറയുന്നത്, എങ്ങനെയാണ് ആ ഒരു അറ്റോമിക് ഓർബിറ്റലിൽ അത് കമ്പൈൻ ചെയ്യുന്നത്, എന്നിട്ടൊരു മോളിക്കുലർ ഓർബിറ്റ് ആ ഒരു എൻ്റർ മോളിക്യൂളിൽ സ്പ്രെഡ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കീ ഐഡിയ ആയിട്ട് പറയുന്നതാണെങ്കിൽ 2 അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എന്താ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് അല്ലേ കിട്ടുന്നതായിരിക്കും. അതായത് ലോവർ എനർജി വെർ ഇലക്ട്രോൺ സ്റ്റെബിലൈസ് ദി മോളിക്യൂൾ. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ആണ്. അവിടെ എന്താ ആൻറ്റി ബോണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആറ്റംസ് കമ്പൈൻ ചെയ്യും, അവിടെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് വരുമ്പോൾ അവിടെ ഹൈ എനർജി ആയിരിക്കും, ഹയർ എനർജി, വെർ ഇലക്ട്രോൺ ഡീസ്റ്റെബിലൈസ് ആയിരിക്കും, സ്റ്റെബിലൈസ്ഡ് ആയിരിക്കില്ല ഇൻ ദി മോളിക്യൂൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു ഇതിൽ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണ്ട് ഓർഡറിനെ കുറിച്ചിട്ടാണ്. ജസ്റ്റ് അത് പറഞ്ഞിരിക്കുന്നതാണ്, നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് മൈനസ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ബൈ 2 വെച്ചിട്ടാണ് കേട്ടോ. എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. O2ൻ്റെത് വെച്ച് നോക്കുന്നതാണെങ്കിൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പ്രെഡിക്ട്സ് ദാറ്റ് ദി മോളിക്യൂൾ ഈസ് പാരാമാഗ്നറ്റിക് അല്ലേ. അപ്പോൾ ഇറ്റ് ഹാസ് എ അൺപെയർഡ് ഇലക്ട്രോൺസ് ഓൺ ഇറ്റ്സ് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ്. ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസിൽ അതിന് അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആയിരിക്കും, വിച്ച് അലൈൻസ് വിത്ത് എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസ് വെച്ചിട്ടായിരിക്കും കേട്ടോ അത് അലൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബോണ്ട് ഓർഡറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലാസ്സിൽ കെമിക്കൽ ബോണ്ടിങ് എന്താണ്, ടൈപ്സ് ഓഫ് കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.